ഇന്നൊരു കിടിലം അലുവ ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അലുവയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണ്. ഫുള്ള് ഫ്രൂട്ട്സ് ആട്ടത്തിൽ ചേർക്കണം, ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ളൊരു ഹലുവയാണ്. അതിൽ ചവ്വരി ഉണ്ട്. ചവ്വരി ഞാൻ ആദ്യം തന്നെ ഒന്ന് തിളച്ച വെള്ളത്തിൽ 250 ml ഗ്ലാസ്സിന് അര ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷം എന്ത് സിമ്പിളായിട്ട് സാധനം നിന്ന് പോരണമെന്ന് അറിയാം. നമ്മൾ ഇതാണ്ട അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ഇത് ചോറൊക്കെ തിന്നതിന് ശേഷം മേലെ ഒരു കഷ്ണം 2 കഷ്ണം, നമുക്ക് എത്ര ഷുഗറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 കഷ്ണമൊക്കെ എടുത്ത് കഴിക്കാം. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് ആദ്യം നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ അടുത്ത് എന്തെല്ലാം നട്ട്സ് ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇട്ടാൽ. എൻ്റെ അടുത്ത് 2-3 നട്ട്സ് ഉണ്ട്, അതൊക്കെ എടുത്ത് വറുത്തെടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ സാബുനരി ചവ്വരി ഉണ്ടല്ലോ, അത് 250 ml ഗ്ലാസ് അര ഗ്ലാസ് ഇട്ടാൽ. അതിനുശേഷം നല്ല പഴുത്ത മാമ്പഴം ഉണ്ടല്ലോ, അതും ഇതിൽ കണ്ട് ഇട്ട് കൊടുക്കുക. ഒരു നന്നായിട്ട് റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 ഇത് പിടി തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സിയിൽ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി വെക്കുക, ബൗൾ വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചെടുക്കുക. നല്ല നെയ്യ്, പശു നെയ്യ് പോലത്തെ നെയ്യ് ഇട്ടാണ് നല്ല ടേസ്റ്റ് ഇട്ടാൽ. എന്നിട്ട് ഈ അരച്ചതുണ്ടല്ലോ മാവ്, അതാണ്ട് ഇതിൽ കണ്ട് ഒഴിച്ചെടുക്കുക. മാങ്ങൻ്റെ ഇതെല്ലാം കൂടെ ഉള്ളത്. ഏകദേശം 300 ml ശർക്കര ഉരുക്കിയതുണ്ട്, അതാണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും. കുറുകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണോടെ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പൂൺ തന്നെ ഇടണം, നിർബന്ധമാണ്. അല്ല എന്നാലും നല്ല ഏലക്ക ഇതിൻ്റെ പവർ വരുള്ളൂ, ടേസ്റ്റ് വരുള്ളൂ. അതിലേക്ക് ഇത്തിരി കൊണ്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നാൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ, പച്ചവെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക. അത് വേഗത്തിൽ ടൈറ്റായി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഗ്യാസൊക്കെ തീരും. അപ്പോൾ ടൈറ്റായി വേഗം കിട്ടും ചെയ്യും, എളുപ്പമാണ്, നല്ല രസമാണ് കഴിക്കാനത്. എന്നാൽ കോൺഫ്ലവർ കലക്കി ആയിക്കോട്ടെ ഇട്ടാൽ 2 സ്പൂൺ മതി. അന്നേരം പിന്നെ നട്ട്സൊക്കെ അതിൽ കണ്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുറുകി നന്നായി കണ്ടാ ഈ രീതി ഒന്ന് ഉണ്ടാക്കി നോക്കി, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം.